ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം വേൾഡ് കപ്പിനെ കുറിച്ചല്ല. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സുഹൃത്തുക്കളെ, മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിലും വലിയൊരു സന്തോഷ വാർത്ത ഇനി വരാനില്ല. അതെ, നമ്മുടെ സ്വന്തം മലബാറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വരാൻ പോകുകയാണ്. അന്താരാഷ്ട്ര സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനായി 50 കോടി രൂപയാണ് സർക്കാർ ഈ ബജറ്റിൽ വകവരുത്തിയിരിക്കുന്നത്. ലോകകപ്പിന്റെ ആവേശം കൊടുമുടി നിൽക്കുന്ന ഈ സമയത്ത് ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന മലബാറിന് ലഭിച്ച ഏറ്റവും വലിയ പ്രഖ്യാപനമാണിത്. നമുക്കറിയാം, വലിയൊരു മത്സരം കാണണമെങ്കിൽ നമ്മൾ മറ്റു നഗരങ്ങളിലേക്ക് പോവേണ്ട അവസ്ഥയാണ്. എന്നാൽ ഭാവിയിൽ ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം മലബാറിൽ വരുന്നതോടെ വമ്പൻ മത്സരങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത് വെച്ച് കാണാൻ നമുക്ക് സാധിക്കും. ഫുട്ബോൾ പ്രേമികളുടെ ഈ ആവശ്യം മനസ്സിലാക്കി ബജറ്റിന് തുക വകയിരുത്തിയ സർക്കാരിന്റെ ഈ തീരുമാനം ശരിക്കും അഭിനന്ദനാർഹമാണ്. മലബാറിലെ കായിക പ്രേമികളുടെ ഈ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VT സതീശനും UDF സർക്കാരിനും ഈ അവസരത്തിൽ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച സലീംകുമാറിന്റെ സ്മാരകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും എന്റെ അഭിപ്രായവും അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. നന്ദി.